ഈ കര മാത്രമല്ല പ്രശ്നം, കടലും പ്രശ്നമാണ്. കരയിലെ ചൂട് അതിരൂക്ഷമാണ്. കടലിലും സംഭവിക്കുന്നത് ഇത് തന്നെയല്ലേ? കടലിൻ്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞൊരു 10 വർഷമായി, 10 വർഷം ആവും, കറക്റ്റ് 10 വർഷമായിട്ട് മത്തിയുടെ അളവിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ചില സീസണുകളിൽ മാത്രം കൂടുതൽ വരും, ചാകരയൊക്കെ വരുന്നെങ്കിലും ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ, ഇയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ മത്തിയുടെ അളവിൽ കുറവുണ്ടാകും. കോഴിക്കോട് മേഖലകളിൽ പ്രത്യേകിച്ച് മത്തിയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരം. രാവിലെയൊക്കെ പോയ പൊറോട്ടയും മത്തി ഫ്രീ ആണ്. ഈ ഇവിടെയൊക്കെയാണ് ചെറിയ പൈസ മേടിക്കുക, അവിടെ പൈസ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഒരു 10-20 വർഷം മുമ്പ് നമ്മളവിടെ പോകുമ്പോൾ, ഞാൻ സർവേക്കൊക്കെ പലയിടത്ത് പഞ്ചായത്തുകളിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ രാവിലെ പൊറോട്ടയും മത്തി ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ മത്തിക്ക് പൈസ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ആ മത്തി ഫ്രീ ആണ്. അപ്പോൾ അത്രയ്ക്ക് ലാവിഷായിട്ട് അത് ഉണ്ടായിരുന്നു. പക്ഷേ കടലിൽ ചൂട് കൂടിയതനുസരിച്ച് മത്തിയുടെ അളവിൽ എന്ത് വന്നു തുടങ്ങി? കുറവ് സംഭവിച്ചെന്നുള്ള അത് പാലായനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കേരളത്തിൽ നിന്ന് മലബാർ ഭാഗത്ത് നിന്ന് പാലായനം ചെയ്ത് തിരുവനന്തപുരം കോസ്റ്റിലേക്ക് വന്നു. തിരുവനന്തപുരം വരെ തമിഴ്നാട് കോസ്റ്റിലേക്ക് പോയി. പിന്നെ ഇങ്ങനെ ഇത് കറങ്ങി ഗുജറാത്ത് കോസ്റ്റ് വരെ ആയിപ്പോയി. അപ്പോൾ അത് വീണ്ടും പോവും. കാരണം ഒരു പ്രത്യേക കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യരെ പോലെ അല്ലല്ലോ. മനുഷ്യരാണെങ്കിലും നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മാറിക്കളയുമല്ലോ. ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ AC പോയിരിക്കും, അല്ലെങ്കിൽ തണലത്ത് പോയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് അനുകൂലമായ കാലാവസ്ഥയിലേക്ക് മത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മത്തി എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ വളരെ സീരിയസ് ആയി കേരളത്തിൽ പ്രതിസന്ധിയിൽ ഈ കാലാവസ്ഥ മാറ്റത്തിൻ്റെ. അതുപോലെ ഇപ്പോൾ പല മത്സ്യങ്ങളും ഇപ്പോൾ പുതിയ പഠനങ്ങൾ വരുന്നതനുസരിച്ച് കേരളത്തിലെ മത്സ്യസമ്പത്ത് എന്ത് ചെയ്ത് വരികയാണ്? കുറഞ്ഞു വരികയാണ്. ഇപ്പം ഇവിടെ കരയിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് കടലിലും ചൂട് കൂടും. കടലിൽ ചൂട് അനുസരിച്ച് ഇതെല്ലാം പരസ്പര ബന്ധിതമാണല്ലോ. കടലും കരയും എല്ലാം ബന്ധിതമാണ്. അപ്പോൾ കടലിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് മത്തിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? മറ്റ് മത്സ്യങ്ങൾക്കും ഇപ്പോൾ വ്യാപകമായി മത്സ്യസമ്പത്ത് കടലിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതാണ് പുതിയ രീതി ഇപ്പോൾ. അപ്പോൾ അത് മറ്റ് മത്സ്യങ്ങൾക്ക് ബാധകമല്ലേ? മറ്റ് മത്സ്യങ്ങൾക്കും ബാധകമാണ്. ഇപ്പോൾ ഞാൻ ഒരു പർട്ടിക്കുലർ മത്സ്യത്തെ പറഞ്ഞു. അപ്പം മറ്റ് മത്സ്യങ്ങൾക്കും ഇത് ബാധകമാണ്. എല്ലാ മത്സ്യങ്ങൾക്കും ഇത് ബാധകമാണ്. മത്സ്യങ്ങൾക്ക് ആവാസ വ്യവസ്ഥയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ചൂട് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്രമല്ല പ്ലാസ്റ്റിക്, ഇത് വേറെ തമാശ എന്ന് പറഞ്ഞാൽ ഒരു 50% പ്ലാസ്റ്റിക്, ഒരു 10-30% ഇപ്പം തന്നെ ആയി കഴിഞ്ഞു. 2050 ഒരു 50% പ്ലാസ്റ്റിക് ആവും. ഈ മൈക്രോ പ്ലാസ്റ്റിക് ആവുകയാണ്. ഇത് കട്ടി കുറഞ്ഞ മൈക്രോ പ്ലാസ്റ്റിക് ആവുകയാണ്. ഇത് പലപ്പോഴും മത്സ്യങ്ങൾ കഴിക്കുന്നുമുണ്ട്. മത്സ്യങ്ങളുടെ വായിലൊക്കെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട് ഉള്ളിൽ. വലിയ മത്സ്യങ്ങളുടെ ഉള്ളിൽ തൊലിവുള്ള ചെറുതിൽ കാണും, പക്ഷേ വലിയ മത്സ്യങ്ങളുടെ ഉള്ളിൽ മൈക്രോ പ്ലാസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ കടലെന്ന ആവാസ വ്യവസ്ഥയെ വല്ലാതെ ചൂടാക്കുകയാണ്. ചൂടും ഈ പ്ലാസ്റ്റിക്കും ഇതെല്ലാം കൂടെ വന്നപ്പോൾ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നു. ഒരു സിസ്റ്റത്തിന് തന്നെ മാറ്റം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് മത്സ്യസമ്പത്ത് കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ വരുന്നത്. ഇപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് പല മത്സ്യങ്ങളും കുറഞ്ഞു വന്നു. മത്തിയിലാണ് തുടങ്ങിയത് അന്വേഷണം. ഇപ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ, പല ഇനത്തിലുള്ള മത്സ്യങ്ങളും ഇല്ലാതായി വരുന്നുണ്ട്. അപ്പോൾ ഈ കടലിലെ ചൂടെന്ന് പറയുന്നത് അതിരൂക്ഷമാണ് എന്നാണല്ലേ? ആ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ ചൂട്. അത് ബംഗാൾ ഉൾക്കടൽ, നമ്മൾ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചൂടുമായി ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു നമ്മുടെ മഴയൊക്കെ വരുന്നത്. പിന്നെ അറബിക്കടലായി ഇപ്പോൾ നന്നായി ചൂടാവുന്നു. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം ചൂടാവുന്നു, പസഫിക് സമുദ്രം, എല്ലാ സമുദ്രവും എന്ത് ചെയ്യുകയാണ്? 20 ദിവസം ചൂടായിക്കൊണ്ടിരുന്നത്. 20 ദിവസമാണ് കണക്ക് പറയുമല്ലോ നമ്മളിപ്പോൾ. 100 ദിവസം കരയിൽ മഴ എന്നൊക്കെ പറയുന്ന പോലെ ഒരു 20 ദിവസം ആവറേജ് ടോട്ടൽ ചൂടിനെ കണക്കാക്കിയാൽ 20 ദിവസത്തെ ചൂടാണ് നമുക്കുള്ളത്. പക്ഷേ അതിപ്പോൾ 120 ദിവസമായി ഒരു വർഷത്തിൽ. 20 ഇവിടെ കിടക്കുന്നു, 120, 6 ഇരട്ടിയാണ് ചൂട് കൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നം വരുമല്ലോ. നിൽക്കാൻ പറ്റാത്ത ആവാസ വ്യവസ്ഥ. ഈ മത്സ്യങ്ങൾക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അതിനകത്ത് ആ ചൂടിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഓരോ മാറ്റങ്ങളാണ്. ഇപ്പോൾ കടൽ നിരപ്പ് ഉയരുന്നു, അത് വേറെ വിഷയമാണല്ലോ. കടൽ നിരപ്പ് ഉയരുന്നു, തിരമാലകൾക്ക് വേഗത കൂടുന്നു, പുതിയ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു, ചക്രവാത ചുഴികൾ ഉണ്ടാകുന്നു. അതുപോലെ ചൂടും വല്ല കൂടുന്നു. ഓരോന്ന് പുതിയ പ്രതിഭാസങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കരയിലെ പ്രശ്നം നമ്മൾ ഈ ചൂടിൻ്റെ കാര്യം പരിഹരിക്കാനുള്ള ശ്രമം പലതരത്തിലുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കാം. ഇതുപോലെ തന്നെ കടലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ കടലിൽ എത്തിക്കാതിരിക്കുക. പ്ലാസ്റ്റിക്കും ചൂടുമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻ ഇല്ല, എങ്കിലും ഞാൻ പറയുന്നതാണ്. അതിൻ്റെ പഠനങ്ങൾ വന്നിട്ടില്ല. ഞാൻ എത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമെല്ലാം വ്യാപകമായിട്ട് അതിൻ്റെ വേസ്റ്റ് എവിടെ കൊണ്ട് കളയാണ്? ആഴക്കടലിൽ കൊണ്ട് കളയുകയാണ്. മനുഷ്യൻ്റെ വലിയ ഇടപെടലാണ് കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ കരയിലുണ്ടാകുന്ന പിന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ചൂടിലുണ്ടാകുന്ന വ്യത്യാസം ആരെ ബാധിക്കും? കടലിനെ ബാധിക്കുമല്ലോ. അപ്പോൾ കരയെ സംരക്ഷിക്കുന്ന പോലെ തന്നെ കടൽ തീരവും മറ്റു കാര്യമൊക്കെ സംരക്ഷിക്കാനുള്ളൊരു പ്രോസസ്സേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റത് നമ്മുടെ കയ്യിലുള്ളതല്ല കുറേ കാര്യങ്ങൾ. ഇപ്പോൾ സൂര്യന് ചൂട് കൂടുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ആഗോളതലത്തിലുണ്ടാകുന്ന ചൂടുണ്ടാകുന്നു, ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നു, ആഗോള താപനം ഉണ്ടാകുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്.
പക്ഷെ അതുള്ളപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പിന്നെ തള്ളല് അതും കടലിൻ്റെ ഞാനത് പറഞ്ഞു. ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് വായു പോകണം. ഇപ്പം കരയിൽ പോലെ നമ്മൾ ചിന്തിക്കുക, ഒരു പ്രാന്ത ചിന്തിച്ച് നോക്കൂ. കരയിൽ ചൂടുള്ള വായു വികസിച്ച് സഞ്ചരിക്കണമല്ലോ, നമ്മൾ പറയാറുണ്ടല്ലോ സഞ്ചരിക്കണം. അതുപോലെ കടലിൽ എന്ത് സഞ്ചരിക്കണം? ഈ ചൂടുള്ള വായുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കണ്ടേ? അത് കേന്ദ്രീകരിക്കാൻ പാടില്ലല്ലോ, ഒരിടത്തും കേന്ദ്രീകരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചൂട് വരുന്നതിനെ എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ച് വിടുവാനും ചൂടില്ലാത്ത പ്രദേശങ്ങളിലേക്ക് ചൂട് പോകാനും ഒക്കെ ഉള്ള തടസ്സങ്ങളായി ഇത് നിൽക്കാം. ഈ ഫിസിക്കൽ മാറ്റേഴ്സിനോട് നിൽക്കാം, ചൂടെടുത്ത് വയ്ക്കാം, അത് ഓരോ പോയിന്റുകളിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാം. ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിക് ഒരിടത്ത് കൂടുതൽ കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചൂടിനെ എടുത്ത് വയ്ക്കാനുള്ള, അല്ലെങ്കിൽ അവിടത്തേക്ക് ചൂട് വന്നവയിൽ അത് റിലീസ് ചെയ്ത് പോകാതിരിക്കാൻ ഇതൊരു തടസ്സമാകാം. ഇപ്പോൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ അങ്ങനെ വരാം, തീർച്ചയായിട്ടും അത് വരും. വരില്ലാതെ പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഡംപ് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, കരയിൽ തന്നെ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്ത് കിടക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന ചൂടും ആവിയും പുകയൊക്കെ വേറെ അല്ലേ? അത് പരന്ന് കിടക്കുമ്പോൾ വേറെ ഒന്നല്ലേ ഉള്ളൂ, പല സ്ഥലത്തായിട്ട് കിടന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് ആഴക്കടലിൽ ഡംപ് ചെയ്യുന്നുണ്ട് വ്യാപകമായിട്ട്. വിദേശ ഈ വികസിത രാജ്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേറെ മാർഗ്ഗമില്ല, കൊണ്ട് തള്ളുന്നു. പക്ഷേ ഇതെല്ലാം കൂടി കടലിനെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കടൽ മാർഗം വലിയൊരു ദുരന്തം വരുന്നു. പിന്നെ തീർച്ചയായിട്ടും കടലിൽ കാരണം പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഈ ചക്രവാത ചുഴി കൂടുന്നതായാലും കടലിൻ്റെ തിരമാലകളുടെ കൂടുതലായാലും അതിൻ്റെ വേഗത കൂടുന്നതായാലും കടൽ നിരപ്പ് ഉയരുന്നത്, 3-4 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിനെല്ലാം ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ദുരന്തങ്ങളായി വരുന്നത്. തീർച്ചയായിട്ടും വരുന്നുണ്ട്. കര എങ്ങനെയാണോ അതിനേക്കാൾ ദുരന്തത്തിലേക്കാണ് ആര് നിൽക്കുന്നത്? കടൽ നിൽക്കുന്നത്. വളരെ ഗൗരവമായ വിഷയത്തിൽ ഈ പലയിനത്തിലുള്ള മത്സ്യങ്ങളെ പലായനം ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ അപ്പം ഇനി ഇതിൻ്റെ ലഭ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നത് ചെയ്യാം. കാരണം അതല്ലേ, എത്രയോ മനുഷ്യനും ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം ഇതാണല്ലോ. മനുഷ്യൻ സർവൈവ് ചെയ്ത് പോകുന്നു. വല്ല ഉരുൾപൊട്ടൽ, പ്രളയം, അതങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പറ്റാത്ത ചില സാധനങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ മരിച്ചു പോകുന്നത്. അല്ലാത്തതിനല്ല സർവൈവ് ചെയ്ത് പോകും മനുഷ്യൻ പലായനം ചെയ്തൊക്കെ. പക്ഷേ ഇത് മറ്റതിന് പറ്റത്തില്ല, എക്സ്റ്റിങ്ക്റ്റ് ആവും. അത് ജീവജാലങ്ങൾ ഇല്ലാതാവും. അത് നമ്മൾ ഇപ്പോൾ കരയിലായാലും ദിനോസറുകളൊക്കെ എത്രയോ ജീവജാലങ്ങൾ ഇല്ലാതായി, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. ആ ഒരു ആവാസ വ്യവസ്ഥ പോയി, പിന്നെ അതിന് നിൽക്കാൻ പറ്റത്തില്ല, അതിൻ്റെ വംശനാശം സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. കരയിലൊക്കെ ജീവികൾക്ക് സംഭവിക്കുന്നുണ്ട്, കടലിൽ സംഭവിക്കും. എത്രയോ ജീവികൾക്ക് വംശനാശം വന്നു. അപ്പോൾ അതിൻ്റെ തീർന്നു, ആ ഒരു സിസ്റ്റം അങ്ങ് തീരും, ആ സാധനം അങ്ങ് തീരും. പിന്നെ പുതിയത് വരുമായിരിക്കും, വേറെ രൂപത്തിൽ പുതിയത് വരും. പക്ഷേ വംശനാശം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കടൽക്കാറ്റും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞല്ലോ, കടൽക്കാറ്റ് ഉണ്ടാക്കുന്നുണ്ട്, കടലിൻ്റെ മാലിന്യം, കടലിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതും കൂടെ എല്ലാം കൂടിയാണ് നമ്മുടെ ഈ പ്രതിസന്ധിയെ വഷളാക്കുന്നത്, കൂട്ടുന്നത്. അല്ല, മാലിന്യം ഏത് തരത്തിൽ? മാലിന്യം പറഞ്ഞ പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, മറ്റതുപോലെ ഇപ്പോൾ കപ്പൽ, ബോട്ട്, അതിലൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ, അതുപോലത്തെ ഇതെല്ലാം എവിടെയാണ് പോകുന്നത്? നമ്മുടെ ഡീസൽ ബോട്ടുകൾ, അതെല്ലാം പോകുന്നത് കടലിലേക്ക്, വെള്ളത്തിലേക്കാണല്ലോ ഇതെല്ലാം പോകുന്നത്. എണ്ണയെല്ലാം പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എന്നെ പൊല്യൂട്ടാക്കും, ചൂടെടുത്ത് വയ്ക്കിപ്പിക്കും. ഇപ്പോൾ ഫ്രഷ് വാട്ടർ വയ്ക്കുമ്പോൾ അല്ലല്ലോ പൊല്യൂട്ടഡ് വാട്ടർ എടുത്ത് വയ്ക്കുന്നത്. പൊല്യൂട്ടഡ് വാട്ടർ ആകുമ്പോൾ പിന്നെ അതിന് വേറെ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. കുറേ പലായനം ചെയ്ത് പോകും, കുറേ വംശനാശം സംഭവിക്കും. അങ്ങനെ പല രൂപത്തിലിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയല്ലോ, പഠന റിപ്പോർട്ടുകൾ തന്നെ വരെയല്ലേ. നേരത്തേക്കാണെങ്കിൽ നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ, നിരീക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ഏജൻസികൾ പഠിച്ചു പറയുകയല്ലേ, കടലിൻ്റെ ചൂട് കൂടുന്നത് കൊണ്ട് മത്സ്യസമ്പത്തിൽ കുറവുണ്ടാവുന്നു, കരയിൽ ചൂട് കൂടുന്നത് കൊണ്ട് പാലിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവുണ്ടാവുന്നു, ജീവജാലങ്ങൾ മരിച്ചു പോകുന്നു, വംശനാശം സംഭവിക്കുന്നു എന്നുള്ളത്. കരയിൽ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ 10 മടങ്ങ് വേഗത്തിലൂടെ സംഭവിക്കുകയാണ്, കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.